ഹലോ ഗൈസ്, ഇറ്റ്സ് മീ നൈസിക് ദ വ്ളോഗർ. സോ ഇന്ന് ജൂൺ 18th ട്യൂസ്ഡേ 2024. സോ ഇന്നാണ് എൻ്റെ കോൺവൊക്കേഷൻ ഗ്രാജുവേഷൻ ഡേ ആണ്. ഞാൻ രാവിലെ എഴുന്നേറ്റു. അപ്പോൾ ആകാശം ഉറങ്ങും, അപ്പോൾ തന്നെ ബൈ പറയാം. അപ്പം എനിക്ക് രാവിലെ 9:30 എൻ്റെ ഗ്രാജുവേഷൻ സെറമണി. സോ ഒരു 8:30 മുമ്പായിട്ട് അവിടെ എത്തണം. എന്നെ എഡ്വിൻ കൊണ്ട് വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവന് കാറെടുത്തല്ലോ. സോ നോക്കാം. ഒരു വെറൈറ്റി ഔട്ട്ഫിറ്റാണ് പിടിച്ചേക്കുന്നത്. വെറൈറ്റി ഒന്നുമില്ല, നിങ്ങൾക്ക് പരിചിതമായിരിക്കും, പക്ഷേ ഇവിടെ ഉള്ളവർക്ക് ഒരു വെറൈറ്റി ആയിരിക്കാം. നോക്കാം നമുക്ക്. ഞാൻ മാത്രമായിരിക്കും ഈ കോലത്തിൽ നിന്ന് അവിടെ പോകുന്നത്. അപ്പോൾ ഞാൻ പോയി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരട്ടെ. ഇതായിട്ട് എൻ്റെ റൂമിൽ പോകും. വേറെ വീഡിയോക്കകത്ത് കണ്ടുകൊണ്ടായിരിക്കുമല്ലോ. എന്തായാലും കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ട് എൻ്റെ ഔട്ട്ഫിറ്റൊക്കെ കാണിക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ അതാട്ടോ. 2 വർഷത്തെ ക്ലാസ് കഴിഞ്ഞു. 2022 എത്തി, ഇപ്പോൾ 24 ഞാൻ വർക്ക് പെർമിറ്റിൽ കയറി ഗ്രാജുവേറ്റ് ആവാൻ പോവാം. അപ്പോൾ നമ്മൾ ഇത്ര നാളും പഠിച്ചതും കുറേ സ്ട്രഗിൾ ചെയ്തതൊക്കെ ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണ്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് നമ്മളിലോട്ട് കിട്ടാൻ പോവാം. നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടുവരാം കേട്ടോ. സീ ഗൈസ്. ഔട്ട്ഫിറ്റ് മാറിയിട്ടില്ല. സോ അപ്പോൾ ഗൈസ്, ഇതാണ് ഔട്ട്ഫിറ്റ്. ബ്ലാക്ക് ഷർട്ടും വാച്ചും മുണ്ട്, ഇതാണ് മെയിൻ. അപ്പം ഒരു കേരള റെപ്രസെൻറ്റേഷനാണ് കാനഡയിൽ ഇന്ന് കോൺവൊക്കേഷൻ ഞാൻ ഇടുന്നത്. നമുക്ക് നോക്കാം, ആരെങ്കിലുമൊക്കെ വേറെ ആരും ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല കേട്ടോ, ആരും എൻ്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു. നമുക്ക് നോക്കാം, ഇനി എല്ലാവരും വെറൈറ്റി പിടിക്കാൻ വേണ്ടി അവിടെ ചിലപ്പോൾ മുണ്ട് സാരിയൊക്കെ എടുത്തുകൊണ്ട് വരുമെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ യൂട്യൂബറല്ലേ, വെറൈറ്റി പിടിക്കണ്ടേ, അങ്ങനെ ഇട്ടയാ. എല്ലാവരും കോട്ട് സൂട്ടൊക്കെ ഇട്ടുകൊണ്ട് വരുമ്പം നമുക്കൊരു കേരള സ്റ്റൈൽ പിടിക്കാമെന്ന് വിചാരിച്ച്. എന്തായാലും നോക്കാം. അപ്പോൾ ഇതായിട്ട് ഔട്ട്ഫിറ്റ് കൊണ്ട് എഡ്വിൻ വണ്ടിയും കൊണ്ട് വന്നിട്ടുണ്ട്. ആശിച്ച് ഇറങ്ങുന്നു. പിന്നെ അവിടെ ചെന്നിട്ട് ഞാൻ കാണിക്കാവേ. സോ അപ്പോൾ നമ്മൾ ഇറങ്ങി കേട്ടോ. അപ്പം വണ്ടി എടുത്ത് സ്ഥിരം പരിപാടിയാണ്. ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ട്. ഇച്ചിരിയല്ല, ഒരല്പം കൂടുതൽ ലേറ്റ് ആയിട്ടുണ്ട്. 9:30 പരിപാടി. അപ്പോൾ 1 മണിക്കൂർ മുമ്പ് അവിടെ എത്തണമെന്ന് പറഞ്ഞ്, 8:30 ആകുമ്പോൾ അവിടെ എത്തണമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ 7 മണിക്ക് എല്ലാത്തിനും വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ തുടങ്ങിയതാണ്. അപ്പം എല്ലാവരും കറക്റ്റായിട്ട് 8:15 ആയപ്പോൾ എഴുന്നേറ്റ് ഫ്രഷായി. ദൃഷ്ടിയൊക്കെ കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. 8:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പം 8:50 കഴിഞ്ഞു. 9 മണിയാകുമ്പോൾ അവിടെ എത്തുമായിരിക്കും. അവിടെ പോയിട്ട് ഇനി മറ്റേ ഗൗണും മറ്റേ സാധനങ്ങളൊക്കെ മേടിക്കുമല്ല അവിടെ നിന്ന് തരും. അപ്പോൾ അതിന് നമ്മൾ സൈസൊക്കെ നോക്കി എടുക്കാണ്ട് കുറച്ച് നേരത്തെ എത്തണമെന്ന് അവർ പറഞ്ഞിരുന്നു. അപ്പം എഡ്വിനുണ്ട്, എഡിൻ്റെ വണ്ടിയാണ്. ആശിഷുണ്ട്, ദൃഷ്ടി ഹായ് പോൽ. ഹലോ. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് നാളെ അല്ലേടാ? ഇവർക്ക് നാളെയാണ്. അപ്പോൾ ഓരോ ദിവസവും നമ്മുടെ ഈ ഓട്ടോയിൽ ഇപ്പം ഏറ്റവും വലിയൊരു സ്റ്റേഡിയം ഉണ്ട്, കനേഡിയൻ ടയർ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട്. ഞാനിവിടെ കാനഡയിൽ വന്നിട്ട് ആദ്യമായിട്ട് ഒരു ജോലി ചെയ്യാൻ പോകുന്നത് അവിടെ. അപ്പം ആ സെയിം സ്ഥലത്ത് തന്നെയാണ് ഇന്ന് ഞാൻ ഗ്രാജുവേറ്റ് ആവാൻ വേണ്ടി പോകുന്നത്. ഞാൻ ആദ്യം പേടിച്ച് പറച്ചൊക്കെ ഒരു ഇച്ചിരി വേറെ കഥയാണ്, വീഡിയോക്കകത്ത് പറയാൻ പറ്റില്ല. സോ അങ്ങനെ പോയതാണ്. വെറുതെ എന്നാണ് ഒരു സീൻ കിട്ടിയാലോ. അങ്ങനെ വന്നപ്പോൾ ജോലിയൊന്നും വന്ന ആദ്യത്തെ ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും സീനൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ കാണാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ ഇച്ചിരി ഇതായിരുന്നു. അപ്പോൾ ആ സ്ഥലത്താണ് ഇന്ന് ഞാൻ തിരിച്ച് കോൺവൊക്കേഷൻ സെറമണിക്ക് വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഞാൻ ജൂലിയറ്റിനെയൊക്കെ വിളിച്ചായിരുന്നു. ജൂലിയറ്റൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാത്രമല്ല, എല്ലാവരും ലേറ്റ്. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ടെൻഷൻ കുറവുണ്ട്, കൂടുതലുള്ളവരും ലേറ്റ് ആയതുകൊണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. സോ അപ്പം ഇച്ചിരി തിരക്കാണ്. ഞാൻ റോഡ് കാണിച്ചു തരാവേ. സമ്മറായി വരുന്നു. അപ്പം ഇച്ചിരി വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു എന്താണ് ടെറഫാന്ന് തോന്നുന്നു, ഫുട്ബോളിൻ്റെ. ഇതൊക്കെയാണ് അപ്പം ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും ഇനി അവിടെ പോയിട്ട് കാണാവേ. സോ അപ്പോൾ സ്റ്റേഡിയം എത്തി കേട്ടോ. അതുകൊണ്ട് ഈ കാണുന്നതാണ് കനേഡിയൻ ടയർ സെൻറ്റർ. നെസഫേ അതാണ്ടിത്. ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഓൾറെഡി വന്നത്. ഇപ്പോൾ 9:10, അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ, നല്ല രീതിയിൽ. ഇനി അകത്ത് പോയിട്ട് ഇനി എന്താണ് പിന്നെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയൊക്കെ തന്നെ ആയിട്ട് വലിയ സീനില്ല. നമുക്ക് നോക്കാം. ഞാൻ കൂട്ടുകാരന്മാർക്ക് ഇപ്പോൾ മെസ്സേജ് അപ്പോൾ ചോദിച്ചാൽ എവിടെ ആടാ? ഞാൻ പറഞ്ഞാണ്ട് 10 മിനിറ്റ് ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞപ്പോഴേക്കും ശരിയെന്ന്. കാരണം എല്ലാവർക്കും അറിയാം നമ്മളിങ്ങനെ ആണെന്ന്. ഇച്ചിരി സീന. അതാണ്ട് ഇവിടെ എത്തി കേട്ടോ. അതുകൊണ്ട് ഇതാണ് ഈ സ്റ്റേഡിയത്തിനകത്താണ് ഈ കാണുന്നതാണ് സ്റ്റേഡിയം, കനേഡിയൻ ടയർ സെൻറ്റർ. ഇതിൻ്റെ അകത്ത് വെച്ചാണല്ലോ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നമ്മുടെ എന്താണ് പറയുന്നത്, ഹോക്കിയാണോ, ഐസ് ഹോക്കിയോ? ഇതിൻ്റെ അകത്ത് നടക്കുന്ന മത്സരം. ഇതിൻ്റെ അങ്ങനൊരു സ്റ്റേഡിയം കേട്ടോ ഇതിൻ്റെ അകത്ത്. അപ്പം ഇതിൻ്റെ അകത്ത് സ്റ്റേഡിയം എന്ന് വെച്ചാൽ അതിനകത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ റെസ്റ്റോറൻറ്റ്സും അതും ഇതും കാര്യങ്ങളും എല്ലാം ആയിട്ടൊരു വലിയ സംഭവം ഇത്. പിന്നെ ഇതിനകത്ത് നമുക്ക് നോക്കാനുണ്ട്, അത്രയൊക്കെ വന്ന് നിൽപ്പുണ്ട്. നമുക്ക് നോക്കാം എന്തായാലും. ഇനി അകത്ത് കയറിയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തി കേട്ടോ. ഞാൻ ആ സൈഡിലെ കോൺവൊക്കേഷൻ കാണുന്നത്. സോ അങ്ങോട്ട് നടക്കുക. എല്ലാവരും ഫോർമൽസ് ആട്ടോ.
സ്യൂട്ടും അങ്ങനെ ഓരോരോ ഐറ്റംസ് ഇട്ടുകൊണ്ട് വരുമ്പം നമ്മൾ മുണ്ട് ഷർട്ടൊക്കെ ഇട്ട് നടക്കുവാണ് ഇങ്ങനെ കാനഡയുടെ തെരുവോരങ്ങളിലൂടെ. അപ്പോൾ നോക്കിയാൽ അവിടെ പോയിട്ട് ഈ ബാഗ് എന്ന് വെച്ചാൽ പോക്കറ്റ് ഇല്ല കേട്ടോ, അപ്പം വാലറ്റും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നതാണ്. ഇനി അവിടെ പോയിട്ട് AC കാർഡ് എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ നമുക്കറിയത്തില്ലല്ലോ. സോ അതുകൊണ്ട് അതിനകത്തോട്ട് കയറാൻ പോവാ, നോക്കാം എന്താ സംഭവം എന്നൊക്കെ. ഒരു ചെക്കിങ് കാര്യങ്ങളൊക്കെ. താങ്ക് യു. സോ ഇതാട്ടോ പരിപാടിയാണ്. ഇതാ ഇവിടെ നമ്മുടെ കോളേജിൻ്റെ അത്യാവശ്യം ഡ്രസ്സും കാര്യങ്ങളും അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഇരിക്കുമോ. ഞാൻ ചോദിക്കട്ടെ, ഫ്രണ്ടിൽ പോയി ചോദിക്കട്ടെ. Hi, I'm a student. You are a graduate? Yeah. If you're a graduate, you have to actually go back out. Yeah. Walk to your left to Yeah. gate 2. They Gate will 2? check you in at Oh, yeah. gate 2. Thank you so much. Yes, no problem. ഇത് ഗസ്റ്റസിന് പോകാനുള്ള വഴിയാട്ടോ. എന്ന് വെച്ചാൽ പരിപാടി കാണാൻ വരുന്നവർക്ക് വേണ്ടി പാസും കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് പോയാൽ മതി. അപ്പം പുറത്തിറങ്ങാന്ന് വെച്ചാൽ ഇതിലേക്കൂടെ അതിന് പുറത്തിറങ്ങേണ്ട. സോ ഗേറ്റ് 2 പോകണമെന്ന് പറഞ്ഞിരിക്കുന്നത്. സോ വേഴ്സ് ദ ഗേറ്റ് 2? ഗേറ്റ് 2? Just cut the building and keep going that way. You're a grad? Yeah. Thank you. അപ്പം പുറത്തിറങ്ങി നമ്മൾ അപ്പർ സൈഡിലോട്ട് പോകണം കേട്ടോ പറഞ്ഞു. നോക്കാം. ഹായ്. മോർണിംഗ്. Graduate? Yeah. Thank you. You know where he's going. സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ഈ അവസരത്തിൽ എനിക്ക് നന്ദി പറയാനുണ്ടെങ്കിൽ ഉമ്മി ഐ ലവ് യു. ഞാനിപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പം ഞാനിപ്പം ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ഗ്രാജുവേറ്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കുമ്പം നല്ല സന്തോഷമുണ്ട്. ഉമ്മയുടെ നല്ല പ്രായത്തിൽ ഉമ്മി ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കേണ്ടി തുടങ്ങിയതാണ്. സോ ഇപ്പം 10-20 വർഷം കൊണ്ട് ഉമ്മ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച് എൻ്റെ പെങ്ങൾ 2 ദിവസത്തിൽ ഗ്രാജുവേറ്റ് ആവണം. എൻ്റെ പെങ്ങൾ ചൈനയിലായിരുന്നു MBBS. അപ്പോൾ ഞാനും ഗ്രാജുവേറ്റ്, എൻ്റെ പെങ്ങളും ഗ്രാജുവേറ്റ് ആവാം. സോ ഹാപ്പി. ഉമ്മി ഞങ്ങൾക്ക് വേണ്ടി ആ ഒരു സ്റ്റെപ്പ് എടുത്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾ ഈ ഒരു നിലയിലൊന്നും എത്തില്ലായിരുന്നു. അപ്പം എൻ്റെ ഉമ്മയെടുത്ത് നന്ദി എത്ര പറഞ്ഞാലും ഇതിപ്പോൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും നിൽക്കത്തില്ല. അപ്പം സോ ഉമ്മി ഒരുപാട് താങ്ക്സ് ഉണ്ട് ഞങ്ങളിവിടെ നിന്നതിൽ. ഇതുപോലൊരു അവസരത്തിൽ വേറെ എപ്പോഴും എനിക്ക് പറയേണ്ടതെന്ന് അറിയത്തില്ല. സോ ഐ ലവ് യു ലോ. അപ്പം എൻ്റെ ഉമ്മി ഞങ്ങൾക്ക് വേണ്ടി ആ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചുകൊണ്ടാണ് ഇന്നിപ്പം ഞാനിവിടെ ഇങ്ങനൊരു സ്ഥലത്ത് നിൽക്കുന്നതും എൻ്റെ പെങ്ങൾ ഡോക്ടറായിട്ട് ഇപ്പം ഇറങ്ങുന്നതും എല്ലാം. ഉമ്മി അന്ന് വേണ്ട, ഉമ്മിയുടെ ജീവിതമൊന്നും പറഞ്ഞ് ഉമ്മി പോയിരുന്നെങ്കിൽ നമ്മളിപ്പം എന്ത് ചെയ്തേനെ. സോ ഉമ്മി ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഓൾറെഡി ലേറ്റായി, നെഗ് അടിച്ച് ശോഭമാക്കുന്നില്ല. ഞാൻ അവിടെ പോയിട്ട് എന്താണെന്ന് വെച്ചാൽ നോക്കട്ടെ കേട്ടോ. 8:02 പറഞ്ഞത്. ലേറ്റാണ്, ശരിയാണ്. ഞാൻ അകത്ത് പോയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിക്കാം എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ. സോ ഇവിടെ എത്തി കേട്ടോ. താങ്ക് യു. സോ അകത്തെത്തി. ഞാൻ എൻ്റെ പ്രൊഫസേഴ്സിനെയൊക്കെ അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു, അവരെയൊക്കെ കണ്ടു. സോ അതോട്ട് കയറാൻ പോയി. ഇവിടെ എന്താ പരിപാടി എന്ന് വെച്ചാൽ നോക്കട്ടെ. ഒരുപാട് പേര് ഇരിപ്പുണ്ട്, നോക്കാം എന്താ പരിപാടിയാണ്. ഹായ്, Nazaf. How do you spell? Nazaf. N? Yeah. N is over there. There? The center one? Oh yeah. Hi, Nazaf. Muhammad Nazaf. Nazaf. Yeah. First name? Muhammad. Program? Hospitality, Hotel and Restaurant. Thank you so much. സോ നമുക്കിത് കിട്ടി കേട്ടോ. സോ ഞാൻ അകത്തോട്ട് കയറാം, നോക്കട്ടെ. താങ്ക് യു. സോ ഹായ്. ഓ യാ, താങ്ക് യു സോ മച്ച്. സോ ഉണ്ട് എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള പിള്ളേരാണ്. ഒരു ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെന്താ, ജൂലിയറ്റും ഭാരതിയൊക്കെ വരുന്നുള്ളൂ, അവർ പുറത്ത് നിൽക്കുവാണ്. അപ്പം വെയിറ്റ് ചെയ്യും അവർക്ക് വേണ്ടി. എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് ഗൗൺ കിട്ടി കേട്ടോ. ഗൗൺ ഇട്ട് നോക്കാം. പക്ഷേ ഗൗൺ ഇടുമ്പോൾ നമ്മുടെ മുണ്ടിൻ്റെ പവറങ്ങ് പോകുമല്ലോ. വലുതാണോ? ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ മുകളിലിട്ട സാധനം ഇവിടെ നിന്ന് കിട്ടുന്നത് അത് അവരവിടെ നിന്ന് തരും.
സോ അപ്പോൾ ഇതാണ് സെറ്റപ്പ്. കിട്ടും നോക്കാൻ. സോ ആണ്ട് ഇപ്പം ഇങ്ങനെ കേട്ടോ കോലം. ഈ സംഭവം കിട്ടി. ഇനിയിപ്പോൾ ആ പുള്ളിക്കാരനത്തെല്ലാം പറയാം. പുള്ളിക്കാരൻ പറയും എവിടെ നിൽക്കണമെന്ന് പറയുമെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം. ഓക്കെ. ഹായ്. Hello, how's it going? Good. So 350, so you're going to look for your number here. Oh, it's 350. Once you find your row, line up by numbers. So make sure the number is ahead and look by them. താങ്ക് യു. സോ ഇവിടെ ഓരോ കാണിച്ചുണ്ട്, ഓരോ നമ്പർ ഇങ്ങനെ എഴുതി വെച്ചപ്പോൾ ഉണ്ട് ഓരോ ബോർഡിൽ. സോ അതിനകത്ത് എൻ്റെ 350. What row are you in? 350. 350. Find your line, please. Yeah. 350. Yeah. That's my classmate. Yeah, thanks. Thank you. There you are. What's your number? Which one is you wearing? What? Are you wearing? No, I'm not wearing it. Oh, are you wearing it? You guys ready? It is so. Never mind, you can. You made me dude. look Let's cute, go. bro. That's what I didn't. Yo, Jordan. How's it going on? Good. Moving? I'm just doing a video. Yeah, go ahead. Number 350. Megan. Good. How you doing? Good. Congratulations. I don't know. 350, right? Hi. How you are? Good. Hey, YouTuber. I'm going out. What's up, buddy? Good. You made it, bro. Yeah. Good. कैसा है? अच्छा. What number are you? I'm 350. Hey! Yeah, no worries. Like I'm gonna be someday. Hey, how are you? Good. 350. 315? Yeah, so Oh, I'm. you're up all the way up there. Yeah. ഇത് ഒരുപാട് ഫ്രണ്ടിൽ പോണായിരുന്നു കേട്ടോ ഞാനിപ്പോൾ ഇവരോട് കഥ പറഞ്ഞു. Yeah, we're free outside. Yeah. Oh, so like everyone has their own number, right? Yes. So this one. So like, I had to go forward. Oh, yeah, that's all right. Yeah. I'm sorry. Gig. I was 350. I was going all the way back. Go. Yeah. Sorry. Oh, what's your number? 97. Oh yeah, so I should have to go first. ഞാനേ എല്ലാവർക്കും കഥ പറഞ്ഞ് ഞാനങ്ങ് പുറകെ പോയിട്ട് ഈ 350 പറഞ്ഞ നമ്പർ എൻ്റെ നമ്പറാണ്. വാട്ട്സ് നമ്പർ? 3. So I had to go forward. What's your number? 37. What's your number? That's 350. Go at that. Okay. 350. 59. Oh my god. Oh, I'm in the front. 53. Oh my god. Are you fucking home? This guy, you're actually first. ലൈനിൻ്റെ ഏറ്റവും ഫ്രണ്ടിലായിരുന്നു കേട്ടോ ഞാൻ. എന്നിട്ട് ഞാൻ ഏറ്റവും പുറകിൽ പോയി. അപ്പോൾ അത് പരിപാടി നടക്കുക. നോക്കാം നമുക്ക് കേട്ടോ. ഹായ്. എത്തിയാട്ടോ. എന്താണ് ഞാൻ ഏറ്റവും ഫ്രണ്ടില്ല, ആദ്യം നിൽക്കുന്ന ഞാനാണ്. എന്നിട്ട് ഞാൻ നടന്ന് ഞാൻ നടന്നങ്ങ് പുറകിൽ പോയേ. സോ ഇവിടെ ഒരു പരിപാടി
True patriot love in all of us command. Cal ton bras sepulté l'épée, il sepulté la croix. Ton histoire est une épopée des plus brillants exploits. God keep our land glorious and free. Oh, Canada, we stand on guard for thee. Oh, Canada, we stand on guard for thee. Thank you, Aria. Around the college during the first couple of weeks after your program started. You know, it's like getting around Hogwarts with all this winding stairwells with സ്പീച്ചെല്ലാം കഴിഞ്ഞു കേട്ടോ, സ്പീച്ചെല്ലാം കഴിഞ്ഞ് ഇവിടെ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുക, വിളിച്ച് തുടങ്ങി. Amara Fatima Humayun with honors. എൻ്റെ പേരൊക്കെ വൃത്തിക്ക് വിളിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ നോക്കാം കേട്ടോ, ഞാൻ ഇങ്ങനെ ഭയങ്കര ഇതായിട്ടിരിക്കുക. കാണാം. Wu Huang Tian. Yu Wang. Ella Brown. അടുത്ത ഞങ്ങളാന്ന് തോന്നുന്നു കേട്ടോ, അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. Muhammad Nazaf. സോ അത് കഴിഞ്ഞു കേട്ടോ, ഭയങ്കര സന്തോഷം, എന്താ അറിയത്തില്ല, എഴുതിയെടുത്തല്ലേ. സോ അപ്പോൾ ഗ്രാജുവേറ്റ് ആയി. How you feel? I feel amazing. I'm hungry. സോ കഴിഞ്ഞ് ഇനിയിപ്പോൾ സർട്ടിഫിക്കറ്റ് മേടിക്കാണ്ട് പോവാം. സെയിലെ പരിപാടി കഴിഞ്ഞ് ഈ യൂട്യൂബിൽ വീഡിയോ ആണ്, ഞാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് എടുത്തിൻ്റെ തരാം കേട്ടോ. സ്റ്റേജിൽ കയറി ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇന്നെന്താ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം, കാണിച്ചു തരാം. ഓക്കെ, we did it guys. Yeah. സോ സർട്ടിഫിക്കറ്റ് കിട്ടി, പ്രീമിയർ. സോ കോളേജിൻ്റെ കൂടി മൊത്തത്തിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ പരിപാടി ഏതാണ്ട് കഴിയാറായി. സേ സംതിങ്? താങ്ക് യു. സോ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, നോക്കണം, കാണാം. അപ്പം ഇനി പുറത്ത് പോയിട്ട് വീഡിയോ ഫോട്ടോ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യും കേട്ടോ. See you guys.
സോ പരിപാടിയെല്ലാം കഴിഞ്ഞാണ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. സോ ഹാപ്പി. താങ്ക് യു. പ്രൊഫസേഴ്സിനെയൊക്കെ കണ്ടു, ഭയങ്കര സന്തോഷം. എന്തോ പഠിക്കുമ്പോൾ എന്തോ ഒരു ഭാരം പോലെ ആയിരുന്നു, പക്ഷെ പഠിച്ച് നമ്മൾ ഗ്രാജുവേറ്റ് ആയി സർട്ടിഫിക്കറ്റ് ആയി കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. പ്രൊഫസേഴ്സിനെ കാണുമ്പോൾ, നമ്മളെ കാണുമ്പോൾ അവരുടെ മുഖത്തൊരു സന്തോഷം കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് ടാനിയ എന്ന് പറയുന്നൊരു മാമുണ്ട്, ഷെഫായിരുന്നു ഞങ്ങളുടെ. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ടയാന എന്നാണോ ടാനിയ എന്ന് തോന്നുന്നു. സോ ഇപ്പോൾ എന്നെ കണ്ടു, നമ്മളെ കാണുമ്പോൾ ഒരു ചിരി സന്തോഷം കാണുമ്പം അവരുടെ മനസ്സിൽ നമ്മൾ ഇപ്പോഴും ഉണ്ടല്ലോ, കോഴ്സ് കഴിഞ്ഞിട്ട് 2-3 മാസമായിട്ട് ഇപ്പോഴും നമ്മളെ ഓർക്കുന്നുണ്ടെങ്കിൽ ഐ മേഡ് ഇറ്റ്. സോ ഹാപ്പി ടു സേ ദാറ്റ് ഐ ആം നൗ എ ഗ്രാജുവേറ്റ്. സോ ലൈക്ക് അത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ പുറത്തു പോയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാം കേട്ടോ. സോ ആണ്ട് എല്ലാവരും ഗ്രാജുവേറ്റ് ആയി. അതുകൊണ്ട് ജൂലിയറ്റ് ഒക്കെ പഠിച്ച് ക്ഷീണിച്ചെന്നാ പറയുന്നത്. What are you asking? Yeah, we had to get back. Oh, is it? All right. That's cool. Oh. എന്തെങ്കിലും പറയാനുണ്ടോ ഈ നിമിഷത്തിൽ നിങ്ങൾക്ക്? നാട്ടുകാരോട്, അമ്മയോട്, അച്ഛനോട്, അപ്പനോട് എന്തെങ്കിലും നന്ദി പറയാനുണ്ടെങ്കിൽ? കഷ്ടപ്പെട്ടു എന്ന് പറയണം, പഠിച്ചു എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഞാൻ ഓൾറെഡി എൻ്റെ ഉമ്മയോട് ഭയങ്കര നന്ദി പറഞ്ഞ്. ഉമ്മച്ചിമാർക്കും താങ്ക്സ്. ഉമ്മച്ചിമ ആ സമയത്ത് ഞങ്ങളെ നോക്കിയില്ലായിരുന്നെങ്കിൽ, ഉമ്മ എനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്നില്ലായിരുന്നെങ്കിൽ നമ്മളിവിടെ വരെ ആവത്തില്ലായിരുന്നു. എൻ്റെ പെങ്ങൾ നാളെ 2 ദിവസം കഴിയുമ്പോൾ ഗ്രാജുവേറ്റ് ആവുക. അപ്പോൾ 1 മാസത്തിന് ഡോക്ടറുമായി, കാനഡക്കാരന് പോയി. അല്ല, നിങ്ങൾക്ക് അമ്മയുടെ തച്ചോട് എന്തെങ്കിലും പറയാൻ കാണത്തില്ലേ? വീഡിയോ അയച്ചു കൊടുത്താൽ മതി. പിന്നെ ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു, ഓൾറെഡി പറഞ്ഞു. സോ അത്രയൊക്കെ ഉള്ളു കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ. ആൻഡ് എൻ്റെ ലാസ്റ്റ് പോസ്റ്റ് ചെയ്യാം, വീഡിയോസിൽ വേണം അത് വിടാം. എപ്പോഴും പറയുന്ന പോലെ വീഡിയോസ് മാക്സിമം സപ്പോർട്ട്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ പിന്നെ അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ ഫ്രം ഗൈസ്.